നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ക്ലാസിക് സരോവർ എന്ന് പറയുന്ന ഹോട്ടലിന് മുന്നിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്താമാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെയധികം പേരെടുത്ത ഒരു ചെറുപ്പക്കാരനാണ് കൃഷ്ണദേവൻ എന്നു പേരുള്ള ഒരു യുവാവ്. അദ്ദേഹം സിക്സർ മഴ KCL ക്രിക്കറ്റ് മത്സരത്തിൽ സിക്സർ മഴ പെയ്ച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ വാർത്തകളൊക്കെ തന്നെ വന്നത്. ഏതായാലും ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് കൃഷ്ണദേവൻ മറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ആളല്ല, നമ്മുടെ സ്വന്തം മുരിക്കുംപുഴയിലുള്ള നമ്മുടെ തൊട്ട് അയൽവാസി തന്നെയാണെന്ന് മനസ്സിലായത്. ഏതായാലും ഇന്ന് ഞങ്ങൾ അദ്ദേഹത്തെ കാണാനെത്തിയിരിക്കുകയാണ്. കൃഷ്ണദേവിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയത്. ഇദ്ദേഹം മുരിക്കുംപുഴ സ്വദേശിയായിട്ടുള്ള രാജൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ്. മാത്രമല്ല ഒത്തിരി ഫാൻ ബേസുള്ള ഒരു ചെറുപ്പക്കാരനാണ്. നമുക്ക് ഏതായാലും കൃഷ്ണദേവൻ്റെ വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കഴിഞ്ഞ ദിവസം മീഡിയയൊക്കെ കൊണ്ടാടിയ സിക്സർ മഴ പെയ്യിച്ച കൃഷ്ണദേവനാണ്. മുരിക്കുംപുഴ സ്വദേശിയായിട്ടുള്ള നമ്മുടെ സ്വന്തം മുരിക്കുംപുഴയുടെ നായകൻ കൃഷ്ണദേവൻ ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ട് കളി? എങ്ങനെ ഉണ്ടായിരുന്നു? കളിയെല്ലാം അടിപൊളിയായിട്ട് ചെയ്യണമുണ്ട്, എല്ലാം നല്ലപോലെ നടക്കണമുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായി മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കുന്നുണ്ട് കൃഷ്ണദേവൻ്റെ സിക്സർ മഴ. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. അന്ന് എൻ്റെ ദിവസം എനിക്ക് നല്ലപോലെ കളിക്കാൻ പറ്റി. അന്നെല്ലാം ബാറ്റിൽ നല്ലപോലെ കണക്റ്റായി, എല്ലാം പുറത്തുപോയി. സന്തോഷം, വളരെ സന്തോഷം. ഇന്നിപ്പോൾ കളിക്കിറങ്ങുമ്പോൾ കൃഷ്ണദേവൻ മുമ്പ് കളിക്കാൻ ഇറങ്ങിയ പോലെ സ്റ്റാർഡം പോലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരുപാട് അതൊരു ഇതായിട്ടൊരു ഉത്തരവാദിത്വം കൂട്ടിയെന്ന് തോന്നുന്നു? അങ്ങനെ ഉത്തരവാദിത്വം കൂട്ടിയെന്ന് തോന്നുന്നില്ല. കാരണം ഒരിക്കലും അതിൻ്റെ തലയിൽ കയറ്റി ഞാൻ വച്ചിട്ടില്ല. കാരണം മുന്നേ ഇതുപോലെ കുറേ മാച്ചസ് ഇതേപോലെ കളിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ ഫുൾ ഫ്രീഡം എടുത്ത് കളിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ ഓർത്ത് അതുകൊണ്ട് ഇത്തവണ ഒരിക്കലും അതിൻ്റെ തലയിൽ കയറ്റാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അത് അന്നത്തെ കളി അന്ന് കഴിഞ്ഞ് അത് മറന്ന് ഇനിയെല്ലാം പുതിയ ദിവസം. ഇന്നിപ്പോൾ കളിയുണ്ടല്ലേ? ഇന്ന് കളിയുണ്ട്. രാവിലെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണല്ലേ? അതെ. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത്? ഇത് വളരെ ഒരുപാട് ഇതിനകത്ത് ഒരു സെലക്ഷൻ കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് കുട്ടിയിലെ ക്രിക്കറ്റുമായിട്ടുള്ള ഒരു എങ്ങനെയാണ് മൈതാനം നമ്മുടെ അവിടുത്തെ സാധാ കളിയൊക്കെ കളിച്ച് വന്നതാണ്? അതെ, അവിടെ തികച്ചും നമ്മുടെ കൂട്ടുകാരൊത്ത് തന്നെ ആദ്യമായിട്ട് ടെന്നീസ് ബോൾ കളി തുടങ്ങിയതും എല്ലാം. പിന്നെ അവിടെ നിന്ന് നല്ലപോലെ കളിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അവസാനം കോളേജ് ഫൈനൽ ഇയറിലാണ് ആദ്യമായിട്ട് ക്രിക്കറ്റ് ബോൾ ഇത് കളിച്ച് തുടങ്ങിയത്. അതുവരെ ടെന്നീസ് ബോളായിരുന്നു കളിച്ചത്. പിന്നെ ക്രിക്കറ്റ് ബോൾ അന്ന് കളിച്ചപ്പോൾ നല്ലപോലെ കളിക്കാൻ പറ്റി. പിന്നെ അതിനുശേഷം കോവിഡൊക്കെ വന്നു. പിന്നെ അതിനുശേഷം ഈ 2022 മുതലാണ് സീരിയസ് ആയിട്ട് ക്രിക്കറ്റ് ബോൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയത്. വീട്ടുകാർ കാരണം വെച്ചാൽ ഈ ക്രിക്കറ്റ് നമുക്ക് ഈ കോച്ചിങ്ങിനൊക്കെ വിടുമ്പോൾ വീട്ടുകാരെങ്ങനെയായിരുന്നു സപ്പോർട്ട്? കാരണം അത് ഒരുപാട് ക്യാഷ് ചിലവാകുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരുന്നു? വീട്ടുകാരങ്ങനെ ഞാൻ കുഞ്ഞിലേ മുതലേ ക്രിക്കറ്റ് കോച്ചിങ്ങിന് പോകണമെന്ന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ അങ്ങനെ സമ്മതിച്ചിട്ടില്ല. പൈസയുടെ ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് കോച്ചിങ്ങിനായിട്ട് എന്നെ വീട്ടിൽ നിന്ന് സമ്മതിച്ചിട്ടില്ല. പിന്നെ ഇപ്പം ഒരു കുഴപ്പമില്ല. ഇപ്പം കളിച്ച് വന്നതിന് ശേഷം അങ്ങനെ എല്ലാവർക്കും സന്തോഷമാണ്. പിന്നെ വീട്ടുകാരുടെ പേടി എപ്പോഴും ഉണ്ടായിരുന്നു, കളിച്ച് അങ്ങനത്തെ ഒരു ഇതായി പോകുമോ, ജീവിതത്തിൽ രക്ഷപ്പെടാതിരിക്കുമോ എന്നൊക്കെ ഉള്ള പേടി കാരണം അവരെന്നെ സമ്മതിച്ചിട്ടില്ല. ഇപ്പം വീട്ടുകാരും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പക്ഷേ കോച്ചിങ്ങിനായിട്ടൊന്നും അന്ന് വീട്ടിൽ നിന്ന് വിട്ടിട്ടില്ല. ഇപ്പം കോച്ച് ചെയ്യുന്നുണ്ടല്ലോ? ഇപ്പം ഞാൻ കിഡ്സ് ക്ലബിലാണ് കോച്ചിങ് ചെയ്യണത്. അവിടെയാണ് ഇപ്പം ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ മാഞ്ഞാലിക്കുളം. ഇപ്പം വീട്ടുകാരെന്താണ് ഇതൊക്കെ പത്രത്തിലൊക്കെ വന്നപ്പോൾ വീട്ടുകാർ സന്തോഷം അറിയിച്ചായിരുന്നു? ഇപ്പം വീട്ടുകാരും എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. വീട്ടുകാരായാലും ഫ്രണ്ട്സായാലും ഇപ്പോൾ കൂട്ടുകാർ കുറേ പേര് എന്നും അവർ
കഴിഞ്ഞ ഇപ്പോൾ ഒരു 7 മാച്ചായിട്ട് അവർ വന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഈ ഫ്ലെക്സും ബാനറും എല്ലാം ആയിട്ട് വരും. അപ്പം അവർക്ക് ഈ എനിക്ക് ചാൻസ് കിട്ടാത്തൊരു നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് മാച്ച് അടിച്ചതിന് ശേഷം അവർക്കും നല്ല സന്തോഷമാണ്. പിന്നെ അവർക്ക് വന്നതിൽ എനിക്കും അവർക്ക് വേണ്ടി അത് ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ ഭയങ്കര സന്തോഷം. അതെ, അത് ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിപ്പോയി ആ ഒരു ഫ്ലെക്സൊക്കെ കണ്ടപ്പം. ചെന്ന സമയത്ത് കുറേ ഫ്ലെക്സ് അവിടെ നമ്മുടെ നാട്ടിൽ കുറേ ഉണ്ടായിരുന്നു. അപ്പം അത്രയും സപ്പോർട്ട് തരണയിൽ ഭയങ്കര സന്തോഷം. നാട്ടിലുള്ള ആൾക്കാർ ചിലപ്പോൾ KCL കിട്ടിയത് അവരുടെയും കൂടെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് കണ്ട അവരുടെ കൂടെ നിർത്തണയിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാ കാര്യത്തിലും. പത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും, ഞാനുൾപ്പെടെയുള്ള ഞാൻ ഒരു പത്രവാർത്തയാണ് കണ്ടത്. അപ്പോൾ വീട്ടുകാർ, ഈ നാട്ടുകാർ, അവിടെയുള്ള നാട്ടുകാർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആൾ ആ സ്ഥലത്ത് നിന്ന് ജയിച്ചു പോകുമ്പോൾ നാട്ടുകാർ എങ്ങനെയാണ്? അങ്ങനെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ വീട്ടുകാരുടെ അടുത്ത് എല്ലാവരും നല്ലപോലെ പറയണുണ്ട്, ദേവൻ കളിച്ചു, കണ്ടു, സന്തോഷം, അങ്ങനെ പറയണുണ്ട്. അപ്പോൾ ഈ കോളേജ് തലത്തിലൊക്കെ ആ സമയത്ത് കോളേജിന് വേണ്ടിയൊക്കെ കളിക്കാറുണ്ടായിരുന്നു? കോളേജിൽ ആദ്യത്തെ 2 വർഷം കളിച്ചില്ല. അന്ന് എൻ്റെ ഇവൻ്റ് ജാവലിനായിരുന്നു. ഞാൻ ജാവലിൻ ത്രോയാണ് അന്ന് ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഫൈനൽ ഇയറിലാണ് ഈ ക്രിക്കറ്റ് ഇൻ്റർ കോളേജ് ആദ്യമായിട്ട് കളിക്കാൻ ഇറങ്ങണതും. അന്ന് അത്യാവശ്യം നല്ലപോലെ കളിക്കാൻ പറ്റി. പിന്നെ അതിനുശേഷം ക്രിക്കറ്റ് തുടങ്ങിയാലോ എന്നൊക്കെ ഒരു മോഹം വന്ന് അങ്ങനെയാണ് തുടങ്ങിയത് ക്രിക്കറ്റ്. അപ്പോൾ ഈ നാളെ ഓണമാണ്. ഓണത്തിനും വിഷ്ണുവിന് കളിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓണം? മുൻകാല ഓണം പോലല്ലോ, മുൻ ഓണത്തിനൊക്കെ അവരുമായിട്ട് കൂട്ടുകാരുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ എന്തായാലും കൂട്ടുകാരായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റൂല. അത് തന്നെയാണ്. അത് നല്ല വിഷമമുണ്ട്. പിന്നെ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഓണം മിസ് ചെയ്യും, വീട്ടിലെയും ആ നാട്ടിലെ എല്ലാ കൂട്ടുകാരെയും ആ ഒരു എൻജോയ്മെൻ്റ് എല്ലാം മിസ് ചെയ്യും. പക്ഷെ കുഴപ്പമില്ല. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് ലക്ഷ്യം ശരിക്കും ഈ ക്രിക്കറ്റിൽ? ഇപ്പോൾ ഇന്ത്യൻ ടീം അങ്ങനെയുള്ള വലിയ സ്വപ്നങ്ങളാണോ? അതെ, ഉറപ്പായിട്ട് ഇന്ത്യൻ ടീം, ഇന്ത്യ കളിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. നമ്മൾ ഈ മറ്റ് IPL ക്രിക്കറ്റിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ഇത് കിട്ടും? അത് ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും കുറച്ച് ഇതേപോലെ നല്ല കളികൾ കളിക്കാൻ പറ്റിയ മേ ബി ഒരു ചാൻസ് കിട്ടുമായിരിക്കും. കിട്ടണ ചാൻസ് യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാം ഒരു ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ ഈ ഓണം കൂട്ടുകാരോട് എന്താണ് പറയാനുള്ളത്? ഈ ഓണത്തിന്, നാളെ ഓണമാണ്, അപ്പോൾ എന്താണ് കൂട്ടുകാരോട് പറയാനുള്ളത്? നമ്മുടെ നാട്ടിലെ കുറേ ഗ്യാങ് ഉണ്ട്. അപ്പം അവരുടെ ഇടയിൽ എൻ്റെ ആ ഒരു സാന്നിധ്യം ഞാനും മിസ് ചെയ്യും, അവരും മിസ് ചെയ്യുമെന്ന് വിചാരിക്കണം. പിന്നെ എന്താണ്, എല്ലാവർക്കും ഹാപ്പി ഓണം.